പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടു പോകാൻ ഇടതുമുന്നണി തീരുമാനം. സിപിഐയും ആർജെഡിയും പദ്ധതിക്കെതിരെ യോഗത്തിൽ എതിർപ്പ് അറിയിച്ചു. മന്ത്രിസഭയെടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തതോടെ ഇരു പാർട്ടികളും അയഞ്ഞു. കുടിവെള്ളക്ഷാമം ഉണ്ടാകില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യോഗത്തിൽ വ്യക്തമാക്കി. നവീകരിച്ച സിപിഐ ആസ്ഥാനമായ എം.എൻ. സ്മാരകത്തിലാണ് ഇടതുമുന്നണി യോഗം ചേർന്നത്. 2.5 മണിക്കൂറോളം നീണ്ടുനിന്ന യോഗത്തിൽ പ്രധാനപ്പെട്ട ചർച്ച പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതായിരുന്നു. പദ്ധതി വരുമ്പോൾ പാലക്കാട് കുടിവെള്ളക്ഷാമം ഉണ്ടാകുമെന്നും ജലചൂഷണം ഉണ്ടാകുമെന്നും സിപിഐയും ആർജെഡിയും പറഞ്ഞു. പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടു. മറ്റ് 9 ഘടകകക്ഷികളും പദ്ധതിയെ അനുകൂലിച്ചു. മന്ത്രിസഭ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രി. കുടിവെള്ളക്ഷാമം ഉണ്ടാകുമെന്ന പ്രചരണം തെറ്റാണ്. ജലചൂഷണം ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ഇതോടെ ആക്ഷേപങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ മുന്നണി തീരുമാനമെടുത്തു. പല ആശങ്കകൾ ഇത് സംബന്ധിച്ച് ഉയർത്തി വന്നിട്ടുണ്ട്. കുടിവെള്ളത്തെ ബാധിക്കുമോ, കൃഷിയെ ബാധിക്കുമോ? ഒരു തരത്തിലും കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാത്ത നിലയിലായിരിക്കണം ഇതുപോലുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. ഈ കാര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നത്തിൽ വ്യക്തത വരുത്തി മുമ്പോട്ട് പോവുകയാണ്. കിഫ്ബി വഴി നിർമ്മിച്ച റോഡുകളിൽ നിന്ന് ടോൾ ഈടാക്കുന്നതും ചർച്ചയായി. ഇതിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ യോഗത്തെ അറിയിച്ചു. കിഫ്ബി പദ്ധതികളെ വരുമാനദായകമാക്കാൻ ആലോചനയുണ്ട്. ഭാവിയിൽ ടോൾ ഈടാക്കേണ്ടി വരുമെന്നും LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. സ്വകാര്യ സർവകലാശാല ബിൽ അടുത്ത മാസം 3 നിയമസഭയിൽ വരുന്നതുകൊണ്ട് വലിയ ചർച്ചകൾ ഉണ്ടായില്ല. സംസ്ഥാനത്തെ തുടർച്ചയായി ബുദ്ധിമുട്ടിലാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ സമരവും ഇടതുമുന്നണി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.